വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ വസ്ത്രവ്യാപാര രംഗത്ത് 65 വർഷത്തെ പാരമ്പര്യമുള്ള കലാ ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു. വരൂ കലയുടെ വസ്ത്രലോകത്തിലേക്ക്. കലാ ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ വടക്കാഞ്ചേരി. കോൺടാക്ട് 04884232 കുടിവെള്ളം കിട്ടാനില്ലാതെ ജനങ്ങൾ വലയുന്നു. ചേലക്കര പഞ്ചായത്തിലെ ചങ്ങലപ്പാലം മൂരിയിൽപ്പടി പ്രദേശവാസികൾ പരാതികളുമായി തൊഴുപ്പാടം പമ്പ് ഹൗസിലെത്തി. തൊഴുപ്പാടം പമ്പ് ഹൗസിൽ നിന്ന് പാഞ്ഞാൾ, ചേലക്കര എന്നീ പഞ്ചായത്തുകളിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്നുണ്ടെങ്കിലും ചങ്ങലപ്പാലം, മൂരിയിൽപ്പടി എന്നീ പ്രദേശങ്ങളിൽ കുടിവെള്ളം ലഭിക്കുന്നില്ല എന്ന പരാതിയുമായി ജനങ്ങൾ പമ്പ് ഹൗസിലെത്തി. തൊഴുപ്പാടം പമ്പ് ഹൗസിൽ നിന്നും 3 മോട്ടോർ പമ്പിംഗ് നടത്തുന്നുണ്ട്. എന്നാൽ മൂരിയിൽപ്പടി പ്രദേശങ്ങളിൽ ടാപ്പുകളിൽ നിന്നും വെള്ളം ലഭിക്കുന്നത് കുറഞ്ഞ അളവിലാണ്. 5-6 മണിക്കൂറുകൾ കാത്തിരുന്നാൽ മാത്രമാണ് ഒരു ബക്കറ്റ് വെള്ളം നിറയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. എല്ലാ ദിവസവും പമ്പിംഗ് നടത്തുന്നതായി പമ്പിംഗ് ഓപ്പറേറ്റർ പറയുന്നുണ്ട്. എങ്കിലും ഇത്രയും കുറഞ്ഞ വെള്ളത്തിന്റെ അളവ് മൂലം പ്രദേശവാസികൾക്ക് കുടിക്കാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥയിലേക്ക് മാറി. എന്നാൽ വലിയ വില കൊടുത്ത് വീടുകളിലെത്തിക്കുന്ന സ്വകാര്യ ലോബികൾക്ക് വേണ്ടി വാട്ടർ അതോറിറ്റി പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ഇത്തരം സാഹചര്യങ്ങൾ സംജാതമാകുന്നത് എന്നാണ് ജനങ്ങളുടെ ആക്ഷേപം. പല സ്ഥലങ്ങളിലും വെള്ളമെത്തിക്കുന്ന വാൽവുകൾ ജോലിക്കാർ പൂട്ടുകയാണെന്നും കുടിവെള്ളത്തിനായി പണം നൽകി കാത്തിരിക്കുന്ന ജനങ്ങൾക്ക് നിരാശ മാത്രം നൽകി സ്വകാര്യ വ്യക്തികളുടെ ലാഭത്തിനായി പ്രവർത്തിക്കുന്ന വാട്ടർ അതോറിറ്റിക്കെതിരെ വിജിലൻസിൽ പരാതി നൽകി സത്യാവസ്ഥ അന്വേഷിക്കാനാണ് പൈങ്കുളം ഹനീഫയുടെ നേതൃത്വത്തിലുള്ള ജനങ്ങളുടെ തീരുമാനം. ബഹുമാനപ്പെട്ട കലക്ടർ ഇത് കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നടപടികൾ ബഹുമാനപ്പെട്ട കലക്ടർ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട്, പബ്ലിക്കിന് വേണ്ടിയിട്ട് കുടിവെള്ളമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. 10 രൂപ കടമല്ല, നമ്മൾ ലോൺ എടുക്കാൻ പോകാനല്ല. ആ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ട കലക്ടർ സാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഇത് ഞങ്ങളെ പൊതുജനങ്ങളുടെ വികാരമാണ്, വിഷമമാണ്. ഞങ്ങൾക്ക് കുടിവെള്ളം വേണം. അത്യാവശ്യം ഒരു കിണ്ടി വെള്ളം, ഒരു ജഗ് വെള്ളം പോലും പൈപ്പിൽ നിന്ന് കിട്ടാൻ പറ്റാത്തൊരവസ്ഥയാണ്. ബഹുമാനപ്പെട്ട ആൾക്കാർ, നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ അവരെ മാറ്റി നിർത്തി നല്ല രീതിക്ക് അവർ ഞങ്ങളോട് പെരുമാറി, അല്ലാത്ത ഉദ്യോഗസ്ഥന്മാരെ ഇവിടുന്ന് മാറ്റുക. പിന്നെ ഞാൻ അന്വേഷിച്ചപ്പോൾ ഇവിടെ പ്ലംബിങ് ചെയ്യുന്ന 3 ആളാണുള്ളതെന്ന് പറഞ്ഞു. ഞാൻ അവരുടെ പേരും അഡ്രസ്സും പറയാൻ തയ്യാറില്ല. പോലീസ് ഓഫീസർമാർക്ക് 3 വർഷം കൂടുമ്പോൾ അവർക്ക് മറ്റൊരു സ്റ്റേഷനിലേക്ക് മാറ്റം വരുന്നുണ്ട്. ഇവിടെ കാലകാലമായിട്ട് 2008 സ്ഥാപിച്ച പമ്പോസാണ് ഇത്. അന്ന് തൊട്ടിട്ട് ഈ പ്ലംബർ ഇന്നുമാണ്. ഇയാളെ മാനദണ്ഡം അനുസരിച്ചല്ല ലൈസൻസ് എടുത്തിട്ടുള്ളത്. ഇയാളുടെ ലൈസൻസ് അന്വേഷിക്കുക. PCB ന്യൂസ്, പാഞ്ഞാൾ.